പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. വാക്കുകളുടെ ശക്തി അപാരമാണെന്ന് നമുക്കെല്ലാം അനുഭവമാണല്ലോ. കാലാകാലം കൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി അസത്യമായിട്ടൊരു വാക്ക് പറഞ്ഞ യുദ്ധം ഉണ്ടാകുന്നു, എത്ര പേര് മരിക്കുന്നു. അപ്പം അതുപോലെ നമ്മൾ ഒരു വാക്ക് ജീവൻ രക്ഷിക്കാനും കൊല്ലാനും സഹായിക്കുമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ വാക്കുകളെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കേണ്ടത്. മനസ്സ് നിയന്ത്രണത്തിലായ വാക്കുകൾ നിയന്ത്രണത്തിലാകും. മനസ്സിൻ്റെ ആരോഗ്യമാണ് സന്തോഷത്തിൻ്റെ അടിത്തറ. നമുക്കൊരു വീടോ കാറോ മറ്റു സാധനങ്ങളോ സ്വന്തമായി ഉണ്ടെങ്കിൽ അവയ്ക്ക് കാലാകാലം മെയിൻ്റനൻസ് വേണമെന്ന് നമുക്കറിയാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവയൊന്നും പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും വിലപ്പെട്ട ആന്തരിക ഉപകരണമായ നമ്മുടെ മനസ്സിന് സമയാസമയം മെയിൻ്റനൻസ് വേണ്ടതല്ലേ. മനസ്സിൽ നടത്തേണ്ട മെയിൻ്റനൻസ് എന്താണ്? നമ്മുടെ ചിന്തകളെയും പ്രതീക്ഷകളെയും നിരീക്ഷിച്ച് ചിന്തകളെ തള്ളുകയും നല്ല ചിന്തകളെ പോഷിപ്പിക്കുകയും ചെയ്യണം. ഒരു നല്ല കടക്കാരന് തൻ്റെ കടയിലുള്ള എല്ലാ സാധനങ്ങളെപ്പറ്റി ബോധമുണ്ടാകും. കാരണം അദ്ദേഹം കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടാകും. ഇത്ര രൂപയുടെ സാധനങ്ങളുണ്ട്, ഇത്ര ഡേറ്റിന് മേടിച്ച് വെച്ചതുകൊണ്ട്, ഇത്ര ഡേറ്റിന് മേടിച്ച് വെച്ചതുകൊണ്ട് അങ്ങനൊരു ബോധം ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സ്റ്റോക്ക് എടുക്കും. ആദ്യം എടുത്ത് മേടിച്ച് വെച്ച സാധനങ്ങൾ എത്രയും പെട്ടെന്ന് വിൽക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ അവ ചീത്തയായി പോകും, ഒരു ഭാരം ഉണ്ടാകില്ല. അപ്പോൾ നീ കുറഞ്ഞ വിലയ്ക്കെങ്കിലും ഡിസ്കൗണ്ട് കൊടുത്തെങ്കിലും അദ്ദേഹം വിൽക്കണം. അല്ലെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല, ഒന്നും കിട്ടത്തില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇതുപോലെ നമുക്ക് മനസ്സിലുള്ള എല്ലാ ചിന്തകളെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകാൻ ശ്രമിക്കണം. കാരണം മനസ്സിൽ കിടക്കുന്ന ചീത്ത ചിന്തകൾ വികാരമായി പ്രവൃത്തിയായി അവസാനം നമ്മുടെ മനഃശാന്തിയത്തിന് നശിപ്പിക്കും. ഏറ്റവും നല്ല ഉദാഹരണം ദേഷ്യമാണ്. ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ദേഷ്യം വന്ന കാര്യം തന്നെ ഓർക്കുകയുള്ളൂ. ആദ്യത്തെ ചിന്ത നമ്മുടെ കയ്യിലല്ല. പക്ഷെ അത് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ബോധവാന്മാരാകാൻ നോക്കണം. വാക്കും പ്രവൃത്തിയായിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അല്പസമയം വിടവ് കൊടുത്താൽ നമുക്ക് നിയന്ത്രണം കിട്ടുമെന്നുള്ളതാണ്. ഇത് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതിനെ തള്ളേണ്ടതാണോ, അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള രീതിയിൽ പലരും നമ്മുടെ ഇപ്പം തന്നെ ഞാൻ ദേഷ്യങ്ങൾ വളരെ അപാടാണ്. അയാൾ നിരപരാധിയായിരുന്നു. വേറൊരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇയാളാണ് ആളെന്ന്. അയാളെ കണ്ടപ്പോൾ എനിക്ക് തല്ലണമെന്ന് തോന്നി, ചീത്ത വിളിക്കണമെന്ന് തോന്നി. അയ്യോ ചെയ്തെങ്കിൽ എന്തൊരു പാവമായിരുന്നു അമ്മേ. പിന്നെ മനസ്സിലാക്കിയ അയാളല്ല പറഞ്ഞതെന്ന് തല്ലുമെന്ന് പറയുന്നതാണ്. ഒരു ദിവസം ഭാര്യയും ഭർത്താവും ഭാര്യയെ ഭയങ്കരമായിട്ട് വഴക്കടിച്ച് ഭയങ്കര ദേഷിച്ച് ഭാര്യയോട്. അവരൊന്നും വേണ്ടിയില്ല, തിരിച്ചൊന്നും പറഞ്ഞില്ല അന്ന്. അപ്പോൾ ഇദ്ദേഹം എന്തായാലും ഭാര്യയ്ക്ക് നല്ല ദേഷ്യമായിരിക്കും എന്നോട്. ഇനി അടുത്തായിട്ട് തിരിച്ചെനിക്ക് എന്നോട് ചീത്ത വിളിക്കാൻ വരുമായിരിക്കും. കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും പോവാം, കൂട്ടുകാരുടെ അടുത്തെങ്കിലും പോകാൻ കൊണ്ട് ഇറങ്ങി വന്ന് താഴത്തെ നിലയിലിരിക്കുക. മൂന്നാമത്തെ നിലയിൽ താമസിക്കുന്നു. അപ്പോൾ താഴെ വന്ന് ഇദ്ദേഹം സോഫയിൽ ഇങ്ങനെ കിടക്കുകയാണ് ചിന്തിച്ചുകൊണ്ട്. കുറച്ച് കഴിഞ്ഞ് ഭാര്യ കാപ്പിയും കൊണ്ട് വരികയാണ്. കാപ്പി കൊണ്ടുവന്ന് ഒന്നും വേണ്ട അടുത്തിട്ട് കൊടുത്തു. മൂത്തുട്ടിങ്ങനെ സൂക്ഷിച്ച് നോക്കി. ഇതിന് കണ്ണ് തെള്ളിപ്പോയി. കണ്ണം 2 നില ഇറങ്ങിയാണ് വന്നത് അടുക്കളയിൽ നിന്ന്. എന്നിട്ട് തുളുമ്പാതെ നിറഞ്ഞ് തന്നെ കാപ്പിപ്പാത്രം നിറഞ്ഞിരിക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 10-15 വർഷമായി നമ്മൾ. അതിൽ മിക്കപ്പോഴും കാപ്പി കൊണ്ടൊരു ഗ്ലാസ്സൊക്കെ കാണത്തുള്ളൂ. വല്ലപ്പോഴും ഇങ്ങനെ നിറഞ്ഞ് കാണാറുള്ളു. ഫുള്ളായി നിറഞ്ഞു കാണുന്ന വല്ലപ്പോഴേ ഉള്ളു. പക്ഷെ ഇന്ന് നിന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യത്തില്ലേ, എന്നിട്ട് നീ എനിക്ക് കാപ്പി ഇട്ട് അതുമാത്രം 2 നില സ്റ്റെപ്പുകൾ ഇറങ്ങി, എന്നിട്ട് ഒരു തുള്ളി പോലും ഇരുന്ന് പോകാതെ നിറഞ്ഞ് അറ്റം വരെ നിൽക്കുന്നു. അത്രയ്ക്ക് എന്നോടുള്ളിൽ സ്നേഹം ഉണ്ടായിട്ടല്ലേ നിന്നോട് ഇത്ര പിണങ്ങിയിട്ടും ഈ കാപ്പി തുള്ളി പോലും തുളുമ്പിക്കാതെ നിറഞ്ഞു തന്നെ ഇരിക്കുന്നുണ്ടല്ലോ കൊണ്ടുവന്ന്. എനിക്ക് ഇതിൻ്റെ രഹസ്യം എന്താടി, എന്നോടുള്ള സ്നേഹം നിലനിർത്താനുള്ള കാരണം എന്താടി വയ്ക്കുക? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്ര സ്നേഹിക്കുന്നുണ്ടോ നീ?
അപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇടയ്ക്കൊക്കെ നിറഞ്ഞ് തുളുമ്പാതെ കൊണ്ട് തരുന്നുണ്ടെന്ന്. അതിൻ്റെ രഹസ്യം എന്തെന്ന് വെച്ചാൽ, ഈ തുളുമ്പാതെ കൊണ്ട് തരുന്ന ദിവസങ്ങൾ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഇന്നത്തെ ദിവസം എന്തായിരുന്നു, അതുപോലുള്ള ദിവസങ്ങളിലായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, അത് നിങ്ങൾ വഴക്കിട്ട് കഴിഞ്ഞാൽ താഴ്ന്ന നിലയിലാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ പോവും, ചിലപ്പോൾ വന്നിരിക്കും. ചിലപ്പോൾ കാപ്പി ഇട്ട് സ്റ്റെപ്പിലോട്ട് ഇറങ്ങാൻ വരുമ്പോൾ ഒരു കവള് കാപ്പി ഞാൻ കുടിക്കുന്ന രീതി വായിലെടുത്ത് നിറച്ച് വയ്ക്കും. സ്റ്റെപ്പ് 2 നില ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വായിൽ അതിലോട്ട് തുപ്പി ഒഴിക്കും. അതുകൊണ്ടാണ് ഈ തുളുമ്പാതിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഇതുപോലെയാണ് കൊടുക്കുന്നത്, തിരിച്ചു കൊണ്ട് കിട്ടുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ആരെങ്കിലും ഭാര്യമാരോ ഭർത്താക്കന്മാരോട് ദേഷ്യാലും ഭർത്താവ് ഭാര്യയോട് ദേഷ്യാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രതികാരം വരുന്നത്. എവിടെ നിന്ന് ഏത് രൂപത്തിൽ ഏത് ഭാവത്തിലൊക്കെയാണ് തിരിച്ച് നമ്മളിലേക്ക് വരുന്നതെന്ന് അറിയില്ല. ഇതുപോലാണ് കർമ്മത്തിൻ്റെ ഗതി, വളരെ സൂക്ഷ്മമാണ്. അതുകൊണ്ട് മക്കൾ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വേഗത്തെ കൊണ്ടുവരാൻ ശ്രമിക്കണം. വേഗിച്ചില്ലെങ്കിൽ, നമ്മൾ വേഗിച്ചില്ലാതെ എടുത്തിയാടി പറഞ്ഞാൽ മലമുകളിൽ നിന്ന് ചാടുന്ന ഒരു ഭ്രാന്തനെ പിടിക്കാൻ നമ്മൾ ചാടുന്നു. ആൾ പിടിക്കാൻ ചാടിയാൽ നമ്മളും അപകടത്തിലാകും. അതുകൊണ്ട് പരസ്പരം ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി ആ സ്നേഹം പങ്കിട്ടും ക്ഷമിച്ചും മക്കളിരിക്കാൻ നോക്കണം.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Amma says the light of awareness will help you see the hidden dangers, thereby warning you not to say or do something harmful to you and others. You know, there are two factors. One is response and one is reaction. And most of us are, inclined to reaction. It just happens. We don't respond. The mind and emotions, of course, they will bring up bad words, hurtful words. You will have tremendous pressure to blot them out. And that's what happens most of the times. Amma says the light of awareness that shines on your negative emotions will prevent you from expressing it. So you have to practice it. I mean, everything is abhyasa. Without abhyasa, nothing is possible. So when we forgive someone or when we exercise a certain degree of control on our thoughts, on our mind, on our emotions, we benefit. We stand benefited. And if not, we are the ones who are going to suffer. So try not to do anything mechanically, unconsciously. For the last few days, Amma has been instructing all the ashramais, all the ashram residents. Everything you do it with awareness. Brushing, showering, driving, eating. So yesterday Amma was saying some people, they forgot to be aware or forgot to chant their mantra while taking a bath. So what they did was, they took a second bath and again they forgot, they took a third bath and then a fourth time. Make your actions the ultimate destination. Whatever you are doing, from the smallest to the biggest, even while eating, bathing. I am showering because I am getting ready to go out for dinner. Wrong attitude. I am showering, period. Stop there. Let the showering be a full, rich experience in itself. In short, pause. Pause is very important. Pause means a meditative pause. Not just a pause between words or between sentences. I mean, you can take it wrongly. You can say that, Amma said to pause, so let me take a breath before I say the next bad word. That's not what is meant. A contemplative pause. Okay? You better ask this question to yourself. Why do I want the reduce my bondage? Reduce means, are you saying that you just only want to minimize it, or you just want to completely move away from them and become totally detached? Is that the purpose? Anyway, you can ask this question, why this urge? Why do I feel so? All the great masters, if you take spiritual history, if you go through the life and teachings of all great masters, and even our Amma, they asked the right question. The question was not from the head. The question came from the depth of their heart. And when a question arises from the innermost recesses of your heart, that question has to be answered
The universe answers, or God answers that question. Amma asked the right question. She asked why there is so much suffering. While some people are happy, others are suffering. Some people have enough to eat, others don't have even a morsel of rice to appease their hunger. So that was the right question, and it was a longing. It was a longing. Why there is so much suffering? Why there is so much difference? And I want to find the answer. I will not be happy without getting the right answer. And I'm not going to engage in any other worldly activities unless I know the answer for this question. Buddha asked the same question when he saw the corpse, the dead body being carried to the cemetery. What is death? What happens after death? And Amma also asked almost a similar question to the entire creation, to the universe. And it is not just a superficial question. I mean, most of us, we ask question for the sake of asking a question. And then it comes from your mind or your intellect. And we don't know how to ask the right question. So we ask the same questions rephrased differently. Amma said, I don't even want to see the world of suffering. I would rather bury my head and the entire body rather than seeing this suffering. So when you have that intensity, the answer comes from within you.